ആരോഗ്യ പ്രവർത്തനങ്ങൾക്കൊപ്പം ആശുപത്രി പരിസരം കൃഷിയിടങ്ങളാക്കി മാറ്റിയ ഫാദർ സിജു പാലിയത്തറ വിളവെടുപ്പിന്റെ ആഹ്ലാദത്തിലാണ്. കൊച്ചി രൂപതാംഗവും ഫാത്തിമ ഹോസ്പിറ്റൽ ഡയറക്ടറുമായ വൈദികനാണ് വേറിട്ട ഈ കൃഷിപാടത്തിന്റെ ആഹ്ലാദം പങ്കുവയ്ക്കുന്നത്. രാവിലെ ദിവ്യബലിക്കും മറ്റു പ്രാർത്ഥനകൾക്കും ശേഷം തൂമ്പയുമായി ഫാദർ സിജു കൃഷിയിടത്തിലേക്ക് ഇറങ്ങും. മാസങ്ങൾക്ക് മുൻപ് ആശുപത്രിയുടെ ഒരു കോണിൽ പച്ചക്കറിത്തോട്ടം ആരംഭിച്ചപ്പോൾ ഫാദർ സിജു ഓർത്തില്ല ആശുപത്രി പരിസരം ഇത്രയും വലിയൊരു കൃഷിയിടമായി മാറുമെന്ന്. ചീരയും മുളകും വഴുതനയുമായിരുന്നു ആദ്യ വിളകൾ. സംരംഭം വിജയകരമായതോടെ കൃഷി വിപുലമാക്കാൻ ഫാദർ സിജു തീരുമാനിക്കുകയായിരുന്നു. ആരോഗ്യ പ്രവർത്തകരുടെ വലിയൊരു സഹകരണത്തോടു കൂടിയാണ് ഇവിടുത്തെ ഈ ജൈവ പച്ചക്കറി പുരോഗമിക്കുന്നത്. അപ്പോൾ അത് വിജയകരമായി തോന്നി. ഏതാണ്ട് 40 കിലോ ചീരയാണ് ആദ്യം നമ്മൾ വിളവെടുത്തത്. ആ ചീര നമ്മൾ കമ്മ്യൂണിറ്റി കിച്ചന് വേണ്ടി കൊടുത്തു. കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിറ്റി കിച്ചനായിട്ട് കൊടുത്തു. പിന്നീട് വിളവെടുത്ത വഴുതനയും പച്ചമുളകും പീച്ചിലും ഒക്കെ നമ്മുടെ അടുത്ത് പ്രവർത്തിക്കുന്ന ഒരു സെറ്റിൽമെൻറ്റ്, ഒരു അനാഥാലയത്തിൽ, നമ്മൾ കോർപ്പറേഷൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അനാഥാലയത്തിൽ കൊടുക്കുകയുണ്ടായി. അതിനുശേഷം ഇത് വിജയകരമായി എന്ന് മനസ്സിലായതോടുകൂടിയാണ് സുഭിക്ഷ കേരളം പദ്ധതിയോട് ചേർന്ന് ഇവിടെ ബഹുമാനപ്പെട്ട സുനിൽ കുമാർ മന്ത്രി വരികയും അങ്ങനെ ഔദ്യോഗികമായിട്ട് ഇവിടെ ജൈവ പച്ചക്കറി കൃഷി ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ ഏതാണ്ട് 150ഓളം വാഴ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടുകയുണ്ടായി. മറ്റ് പച്ചക്കറികൾ പയറും വെണ്ടയും ക്യാപ്സിക്കം വഴുതന അങ്ങനെയുള്ള ഒത്തിരിയേറെ പച്ചക്കറികൾ ഇവിടെ സുലഭമായിട്ട് നട്ട് വളർത്തുന്നുണ്ട്. കാടും പടർപ്പും കയറിയിരുന്ന 2.5 ഏക്കർ ആശുപത്രി ഭൂമി വെട്ടിത്തെളിച്ച് കൃഷിയിറക്കാൻ ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകരും വൈദികനൊപ്പം നിന്നു. ഫാദർ സിജു തന്നെയാണ് കൃഷിക്ക് വെള്ളമൊഴിക്കുന്നതും വളമിടുന്നതും. നിലവിൽ വിവിധയിനം വാഴ, വെണ്ട, ചീര, പയർ, മുളക് തുടങ്ങിയവ ഫാദർ സിജുവിന്റെ കൃഷിയിടത്തിൽ സമൃദ്ധമായി വളരുന്നുണ്ട്. ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതോടൊപ്പം കൃഷി സംരക്ഷിച്ചും പച്ചക്കറികൾ സമൂഹ കിച്ചൺ പോലെയുള്ളവയ്ക്ക് സൗജന്യമായി നൽകുകയും ചെയ്യുന്ന ഈ വൈദികൻ മികച്ച ഒരു കൃഷിക്കാരൻ കൂടിയാണ്. കൊച്ചി പള്ളുരുത്തി ഫാത്തിമ ഹോസ്പിറ്റലിൽ നിന്നും ക്യാമറമാൻ ദിബിൻ മോഹനൊപ്പം അജീഷ് സാലു, ഷെക്കേന ന്യൂസ്.